ഇതിലെ വന്നവർ എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സിനിമാ രംഗത്തെത്തിയ ആദ്യ മലയാളിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ്റെ നിർമ്മാതാവ് ടി.ആർ. സുന്ദരത്തെക്കുറിച്ച് പറയാം. തൃച്ചങ്കോട് രാമലിംഗ സുന്ദര മുതലിയാർ ടി.ആർ. സുന്ദരം 1907 ജൂലൈ 16 കോയമ്പത്തൂർ തൃച്ചങ്കോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വി.സി. രാമലിംഗ മുതലിയാർ നെയ്ത്ത് തൊഴിലായി സ്വീകരിച്ച ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. അമ്മ ഗണപതി അമ്മാൾ. തൻ്റെ മകനെയും ഇതേ രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടെ മദ്രാസിലെ പച്ചയ്യപ്പാസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം സുന്ദരത്തിനെ ഇംഗ്ലണ്ടിലെ ലീഡ്സ് സർവകലാശാലയിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കാനായി അയച്ചു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഗ്ലാഡിസ് എന്ന യുവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സുന്ദരം കുടുംബത്തൊഴിൽ ഉപേക്ഷിച്ച് സിനിമാ രംഗത്തേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിൽ ശബ്ദചിത്രങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ ഓറിയൻ്റൽ ടാക്കീസ് ഉടമ വേലായുധൻ പിള്ളയുമായി ചേർന്ന് ഏഞ്ചൽ ഫിലിംസ് തുടങ്ങി. ദ്രൗപദി വസ്ത്രാപഹരണം, ശ്രീകൃഷ്ണലീല, നല്ല തങ്കാൾ, ധ്രുവ, ലീലാവതി സുലോചന തുടങ്ങിയ ചിത്രങ്ങൾ അവർ ഒരുമിച്ച് നിർമ്മിച്ചു. സേലത്ത് സ്റ്റുഡിയോ സൗകര്യങ്ങളില്ലാതിരുന്നതിനാൽ ഈ ചിത്രങ്ങളെല്ലാം കൊൽക്കത്തയിലായിരുന്നു നിർമ്മിച്ചത്. അങ്ങനെയാണ് സ്വന്തമായി ഒരു സ്റ്റുഡിയോ എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്. ഏർക്കാട് മലയുടെ താഴ്വരയിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി 1935 അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അദ്ദേഹം മോഡേൺ തിയേറ്റേഴ്സ് ആരംഭിച്ചു. അക്കാലത്ത് ബോംബെ ടാക്കീസിൽ പ്രവർത്തിച്ചിരുന്ന നൊട്ടാണി എന്ന ഫിലിം എഡിറ്റർ, ബോഡെ ഗുഷ്പിക്കർ എന്ന ഛായാഗ്രാഹകൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പി.വി. കൃഷ്ണയ്യർ, ഈശ്വർ സിംഗ് എന്ന ശബ്ദലേഖകൻ എന്നിവരെയും കൂടെ കൂട്ടി. 1937 സതി അഹല്യയായിരുന്നു മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ആദ്യ ചിത്രം. അതൊരു പരാജയമായിരുന്നു. തുടർന്ന് വന്ന പത്മജ്യോതിയും മായാമായവനും സുന്ദരത്തെ കടക്കാരനാക്കി. ഈ സമയത്താണ് അദ്ദേഹം ബാലൻ എന്ന മലയാള ചിത്രം നിർമ്മിക്കാൻ ധൈര്യസമേതം മുന്നോട്ടിറങ്ങിയത്. ബാലൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 25,000-ഓളം രൂപ അദ്ദേഹത്തിന് തിയേറ്റർ അഡ്വാൻസ് ലഭിച്ചു. ഈ തുക കൊണ്ട് ശമ്പള കുടിശ്ശികയും കറണ്ട് കുടിശ്ശികയും എല്ലാം അദ്ദേഹം അടച്ചു തീർത്തു. ബാലനായിരുന്നു മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ആദ്യ വിജയ ചിത്രം. പിന്നീട് അദ്ദേഹത്തിന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1940 പി.യു. ചിന്നപ്പ നായകനായി അഭിനയിച്ച ഉത്തമപുത്രൻ എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ് സിനിമയിൽ ആദ്യമായി ഇരട്ട വേഷം അവതരിപ്പിച്ചത്. 1942 സുന്ദരൻ നിർമ്മിച്ച മനോന്മണിയായിരുന്നു അതുവരെ ഇറങ്ങിയ ഏറ്റവും ചിലവേറിയ തമിഴ് ചിത്രം. മനോന്മണിക്ക് വേണ്ടി പ്രധാന വേഷങ്ങളിലെ നായികാനായകന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുവാൻ സിനിമാ പ്രേമികളോട് ആവശ്യപ്പെട്ട് അദ്ദേഹം പത്രപരസ്യം നൽകി. മനോന്മണിയായി തമിഴ് സിനിമയിലെ സ്വപ്നസുന്ദരി ടി.ആർ. രാജകുമാരിയെയും നായകനായി ബഹുമുഖ പ്രതിഭ പി.യു. ചിന്നപ്പയെയും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. ഇത് ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിരിക്കണം. 1956 സുന്ദരം തമിഴിലെ ആദ്യത്തെ കളർ ചിത്രമായ ആനിബാബയും 40 കള്ളന്മാരും നിർമ്മിച്ചു. 1961 മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ടി.ആർ. സുന്ദരമാണ്. ഇതിന് രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചു. മോഡേൺ തിയേറ്റേഴ്സ് ഒരു അമേരിക്കൻ ഫിലിം കമ്പനിയുമായി ചേർന്ന് 1952 തമിഴ്നാട്ടിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സിനിമ നിർമ്മിച്ചു, ദ ജംഗിൾ. തമിഴ് ചലച്ചിത്ര താരം എം.എൻ. നമ്പ്യാർ, ഹാസ്യനടൻ എ. കരുണാനിധി എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചു. ടി.ആർ. സുന്ദരത്തിൻ്റെ 97ാമത്തെ ചിത്രമാണ് കൊഞ്ചും കുമരി. മനോരമ ആദ്യമായി നായികയായി അഭിനയിച്ച ചിത്രം. ഒരു സിനിമയിൽ 3 വ്യത്യസ്ത കഥകൾ ഉൾക്കൊള്ളുന്ന തമിഴിലെ ആദ്യ ചിത്രം സോസോ ആണ്. അത് നിർമ്മിച്ചതും സുന്ദരമാണ്. സൂം ലെൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പൊന്മുടി എന്ന ചിത്രത്തിൽ അത്തരമൊരു എഫക്റ്റ് വരുത്തുവാൻ വേണ്ടി അദ്ദേഹം ഒരു ഫ്രഞ്ച് ക്യാമറാമാനെ തമിഴ്നാട്ടിലേക്ക് വരുത്തി. പൊന്മുടി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇന്ത്യയിലെ 5 മുഖ്യമന്ത്രിമാർക്ക് മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ശമ്പളം നൽകിയ റെക്കോർഡും സുന്ദരത്തിനുണ്ട്. സുന്ദരത്തിനൊപ്പം മിക്കവാറും എല്ലാ മുൻനിര താരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. മോഡേൺ തിയേറ്റേഴ്സിൻ്റെ സിനിമകളുമായി ബന്ധപ്പെടാത്ത ഒരേ ഒരാളേ ഉള്ളൂ, എം.കെ. ത്യാഗരാജ ഭാഗവതർ. 1949-50
56-59 കാലഘട്ടങ്ങളിൽ ടി ആർ സുന്ദരം സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1963 ഓഗസ്റ്റ് 30 56-ാമത്തെ വയസ്സിൽ ടി ആർ സുന്ദരം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ റിച്ചാർഡ് രാമസുന്ദരം, അതായത് ടി ആർ സുന്ദരം ജൂനിയർ, മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണവും വളരെ പെട്ടെന്നായിരുന്നു. അതിനുശേഷം റിച്ചാർഡ് രാമസുന്ദരത്തിൻ്റെ ഭാര്യ കലൈവാണി സുന്ദരമാണ് മോഡേൺ തിയേറ്റേഴ്സ് നോക്കി നടത്തിയത്. ബാലനുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമിൽ കാണിക്കുന്ന എല്ലാ ചിത്രങ്ങളും എനിക്ക് തന്നത് കലൈവാണി സുന്ദരമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സ്റ്റുഡിയോ സ്വന്തമാക്കുകയും 100ഓളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത വ്യക്തി ടി ആർ സുന്ദരമായിരിക്കാം. അതിൽ ഭൂരിഭാഗം സിനിമകളും സംവിധാനം ചെയ്തതും അദ്ദേഹം തന്നെയാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത 2 ചരിത്ര സിനിമകൾ സമ്മാനിച്ച ഒരു വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സാഷ്ടാംഗം വണങ്ങി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാലൻ സിനിമയുടെ സംവിധായകനെക്കുറിച്ച് പറയാം. നമസ്കാരം.